ചീഞ്ഞ പോലെ ആയിപ്പോയി. ഇവിടെ മുഴുവനുണ്ട് മത്തി. വലയിലുണ്ടായിരുന്നു അവർക്ക്. ഇത് പയ്യമ്പലം ബീച്ചാണ് കേട്ടോ. അപ്പം ബീച്ചിലേക്ക് എത്തിയിട്ടില്ല, അതിന് കുറേ ഇപ്പുറമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ 2 ദിവസം മുമ്പ് മത്തിയുടെ ചാകര ഉണ്ടായി. അപ്പം ഈ ഒരു സൺസെറ്റ് ടൈമൊക്കെ നമ്മൾ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം എന്താണെന്ന് ഓർത്ത് ഇങ്ങനെ കയറി നോക്കിയതാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായി വലയിൽ. മീൻ കിട്ടുമോ എന്നൊക്കെ ഓർത്ത് നോക്കുമ്പോഴാണ് ഇവിടെ മൊത്തം ഈ കടപ്പുറം മുഴുവനും മീനാണ്. അതായത് കുഞ്ഞു മത്തിയാണ്. അപ്പോൾ അതിൻ്റെ 2 ദിവസം ആയതുകൊണ്ട് അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പോയി ഒരു ഉണങ്ങി എന്ന് പറയാം. ഈ വെയിലത്ത് കിടന്ന് ഉണങ്ങി പിന്നെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിവിടെ കിടപ്പുണ്ട്. ഈ കിടക്കുന്നതൊക്കെ മീനാണേ. പക്ഷേ അതിൻ്റെ പുറത്ത് തോലൊക്കെ പോയി ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തിരയടിച്ചിട്ടൊക്കെ അലിഞ്ഞലിഞ്ഞ് പോവില്ലേ, അങ്ങനെയെല്ലാം ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ ഈ മീനിൻ്റെ സ്മെല്ലാണ്. റോട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഈ സ്മെല്ലടിക്കാൻ തുടങ്ങും. കടലിലെ കാറ്റിങ്ങനെ ഉള്ളതുകൊണ്ട് ഭയങ്കര ദൂരക്കുന്നേ അറിയാൻ പറ്റും സ്മെല്ല്. അപ്പം ഇതാണ് ഒരു ചാകര വന്ന് കഴിയുമ്പോൾ ഒരവസ്ഥ. കാരണം ഇത് കുറേ പാട്ടിൽ ആൾക്കാർ കാണാതെ പോകുമല്ലോ ഈ മീൻ. അതാണ് ഇത്രക്കും ഉണങ്ങി കിടക്കുന്നത്.